ഈ ഒരു കേക്ക് സ്റ്റാറ്റസിലുള്ള ടൈമിൽ കൂടുതൽ പേരും ഇതിൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു എന്നിട്ടാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ അത്രയും ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. ഹാഫ് കെ ജിയുടെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യം ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് കേട്ടോ. ഏകദേശം ഒരു 3/4 കിലോയോളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ചെറുതാണ് കിട്ടണമെങ്കിൽ അതുപോലെ നല്ല പഴുത്തത് വേണം, നാരില്ലാത്ത മാങ്ങ വേണം. ഇനി ഈ മാങ്ങ തന്നെ നമ്മൾ 3 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഡെക്കറേഷൻ ചെയ്യാനും, കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാനുമാണ് കേട്ടോ. ബാക്കിയുള്ള ഭാഗം ഞാൻ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് കേക്ക് വെറ്റ് ചെയ്യാനുള്ള പാലാണ് കേട്ടോ. 1/2 കപ്പ് പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ ഞാൻ മാംഗോയുടെ മിൽക്ക് മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഡ്രോപ്സ് അറിയാതെ വീണ് പോയത് 1 ഡ്രോപ്സ് മതി. അത് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര കുറച്ച് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഹാഫ് കെ ജിയുടെ ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലെയർ കേക്ക് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 1/4 കപ്പ് മൈദ, 1/4 കപ്പ് പഞ്ചസാര വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. സ്പഞ്ചിനും മാംഗോ മിക്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ തുടക്കം മുതലേ കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ഒന്നും ആക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലൂസ് ആയിട്ട് രീതിയിൽ ചെയ്താൽ മതി. ഇത് നല്ല ഇങ്ങനെ കോരിക്കഴിക്കുന്ന രൂപത്തിലാട്ടോ നമുക്ക് വേണ്ടത്. എന്നിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഉണ്ടായിരുന്നല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ ആട്ടോ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ. നമുക്കൊരു ഈ ക്രീം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ. ഇനി ഇതിലേക്കും നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ടിന്നിലേക്ക് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യത്തെ മിൽക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ക്രീം ഉണ്ടല്ലോ, മൂസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, മാംഗോ മൂസ്, അത് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ടിന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാംഗോ പേസ്റ്റ് ഉണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ലെയറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ശരിക്കും ഇത് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റ് ആണ് ഈ ഒരു കേക്ക്. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് സെറ്റായതിനു ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ മാംഗോ മിൽക്ക് മിക്സും കൂടി ചേർത്തിട്ടുള്ള ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് നമ്മൾ നേരത്തെ വലിയ കഷ്ണം പീസാക്കിയിട്ട് മാംഗോ കട്ട് ചെയ്തില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വലിയ പീസ് മാംഗോസ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഒരു യെല്ലോ ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ ബൈ ബൈ.